രാത്രി 12 മണിയായി നാട്ടിലെത്തിക്കണം. ഞാൻ രാവിലെ ഞാനും മോനും കൂടെ കുളിച്ചിറങ്ങി. തൊട്ട് മുറ്റത്തൊരു അമ്പലമുണ്ട്, ഞങ്ങൾ അവിടെ ഒന്ന് പോയി. പിന്നെ ഇറങ്ങി വന്ന സമയത്ത് കുഞ്ഞുമാവി എന്ന് കണ്ട് ബ്രദറിൻ്റെ. അപ്പോഴത്തേന് അമ്മ അവിടെ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ച്, പറഞ്ഞിട്ട് വരാത്തതിൻ്റെ പരിവമൊക്കെ ഉണ്ടായിരുന്നു. ചക്ക അരിയാണ്, എൻ്റെ അമ്മയാണ് കേട്ടോ, ദോശയൊക്കെ. അപ്പോൾ ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അമ്മ ചക്കയും ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ തൊട്ട് താഴെ വീട്ടിൽ നമ്മൾ പാല് വാങ്ങുന്ന വീട്ടിൽ കുറേ പശുക്കളുണ്ട്. അപ്പോൾ മോള് പശുവിനെ കണ്ടിട്ട് കാണാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുവാവയും കൊണ്ട് ഞങ്ങൾ മോളെ കൊണ്ട് അവിടെ വന്നപ്പോൾ അവൾ ദേ പശുക്കുട്ടി പിടിച്ച് കിടക്കുക. അമ്മ വീഡിയോ എടുക്കുന്നു. ഇത് ഞങ്ങളുടെ വഴികളും ഞങ്ങളുടെ നാടാണ് കേട്ടോ. നാട്ടിൽ ചെറിയ ചെറിയ വഴികളാണ്. ഇവിടെ ചെറിയ തോടും വയലൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളെയും കൂട്ടി ഞങ്ങൾ ചോട്ടിൽ പോവാണ് കേട്ടോ. അവരിതൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് കൊണ്ടുപോകണം. ചെറിയ മഴയൊക്കെ പെയ്തിട്ട് അലമ്പായി കിടക്കണമെങ്കിൽ സാരമില്ല, നമുക്ക് പോയിട്ട് വരാം. ഈ ഒരു തോടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. പണ്ട് വലിയൊരു തോടായിരുന്നു. അപ്പം സൈഡിലൊക്കെ ഇപ്പം കൃഷിയൊക്കെ മാറ്റിയിട്ട് വേണ്ട ആ കാണുന്ന അവിടെ സൈഡിലുള്ള വയലെല്ലാം നേത്തി ഇപ്പം കൃഷിയും കാര്യങ്ങളൊക്കെ ആക്കി. അത് കാരണം തോടെല്ലാം അങ്ങ് ചെറുതായി. ഇത് ഇവിടെ ആയിരുന്നു ഞങ്ങൾ തുണി കഴുകുന്നതും. ഞങ്ങൾ കുറേ ടീമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആയിരുന്നു തുണി കഴുകാൻ വരുന്നതും പശുവിനെ കുളിപ്പീരും എല്ലാ പരിപാടി ഈ ഒരു തോട്ടിലായിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങൾ ശനിയും ഞായറും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ശനിയും ഞായറും നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന ആ ഒരു കട. അപ്പോഴത്തേന് ഏട്ടൻ ഇറങ്ങി വന്നു. പിന്നെ ചേട്ടൻ നേരെ തോട്ടിലേക്കാണ് വന്നത് കേട്ടോ. ഏട്ടൻ അതുവരെ വരാതിരുന്നിട്ട് അപ്പോഴിറങ്ങി വന്ന് ഞങ്ങളെ തിരക്കി വന്നതാണ്. ഭയങ്കര മഴയായിരുന്നു. മഴയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു വയലിൽ നിന്ന് ഒരു ഇലയൊക്കെ പോയി വെട്ടി തലയിലൊക്കെ വെച്ചിട്ട് കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണിയടിക്കുകയും ചെയ്യാത്തതുകൊണ്ട് അവർക്കും ഭയങ്കര സന്തോഷമാണ് നാട്ടിൽ വരുമ്പോൾ. എപ്പോഴും അപ്പുമ്മൻ പറയും അമ്മക്ക് ഇറങ്ങി പക്ഷെ ഞാൻ കൊണ്ടുപോകില്ല. ഇന്നാണ് ഞാൻ കൊണ്ടുപോയത് ഈ പ്രാവശ്യം പോയപ്പം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതൊരു വെറ്റക്കൊടിയാണ്. അപ്പം വെറ്റയുടെ കൊടി കണ്ടിട്ട് ഏട്ടനും പിള്ളേരും ഏട്ടൻ ചോദിക്കാൻ പോയതാണ് ഇതിനെപ്പറ്റി. ഇതെന്താണ് ഏതാണ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അപ്പോൾ വെറ്റ കണ്ടപ്പം വേണമെന്നൊരാഗ്രഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങളതിനകത്ത് കയറിയതാണ് കേട്ടോ. ഞങ്ങൾ കയറിയില്ല, ഞാനും ചേട്ടനും കുട്ടികളും. ഞാൻ പുറത്തു നിന്നത്, ഞാൻ ബാക്കി ബാലസെറ്റുകളൂടെ പുറത്തു നിന്ന്. ചേട്ടൻ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചറിയാണ്. അപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പം നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാവണം. എല്ലാവരും ഞങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ ഇടുക. പിന്നെ അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവരിങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ആ നാട്ടിൽ ഇങ്ങനെ കുറേ നാളായിട്ട് ഞാൻ ഈ ഭാഗത്തോട്ടൊന്നും വരാറില്ല. ജസ്റ്റ് അമ്പലത്തിൽ പോകും, തിരിച്ചു കയറിപ്പോവും, ആരോടും കാണാറില്ലായിരുന്നു. പക്ഷേ ഈ ട്രിപ്പ് പോയപ്പോൾ ഞാൻ താഴോട്ടൊക്കെ ഇറങ്ങിയപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും കണ്ടു. പിന്നെ മക്കൾ കാര്യമാണ് എനിക്ക് അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം നിന്നുള്ളൂ. ഞങ്ങളൊരു അരമണിക്കൂർ 10 മണിക്ക് ഇറങ്ങി 10:30 ആയപ്പോൾ തിരിച്ച് കയറിയാൽ വരുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടത് എനിക്ക് സമയമില്ലായിരുന്നു. അപ്പം മഴ അതിൻ്റെ കൂടെ നല്ല അടിപൊളി മഴയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മീൻ പിടിക്കാനാണ് തോട്ടിൽ വന്നിട്ട് മീനൊന്നും കിട്ടില്ല. ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വെച്ചു. അപ്പം മോളൂട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.